സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 50 ചോദ്യങ്ങൾ അടങ്ങിയ PSCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നത്തേത്. അപ്പോൾ പ്രാഥമിക പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എത്രമാത്രം PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങളിൽ എത്തിക്കാമോ അത്രമാത്രം എത്തിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. അറിയത്തില്ലാത്തവയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി വെക്കുക. അതുപോലെ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കാണാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1997 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് നിലവിൽ വന്ന വർഷമാണ് 1997. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി സി ശങ്കരൻ നായരാണ് ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ ഡി VK കൃഷ്ണമേനോനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായിട്ട് 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളിയാണ് VK കൃഷ്ണമേനോൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1919 ഏപ്രിൽ 6 രാജ്യവ്യാപകമായി നടന്ന ഹർത്താൽ ഏത് നിയമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു? ഓപ്ഷൻ എ റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു 1919 ഏപ്രിൽ 6 രാജ്യവ്യാപകമായി നടന്ന ഹർത്താൽ റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവമൊക്കെ ഉണ്ടാവുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി കുൾട്ടിയിലാണ് ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല കുൾട്ടിയിൽ സ്ഥിതി ചെയ്യുന്നു. കുൾട്ടി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1992 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി വയനാടാണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകനാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി സിട്രിക് ആസിഡാണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ നടന്ന കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്ന ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ ബി JC ബോസ് ആണ് സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്ന ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് JC ബോസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. നമുക്കറിയാം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? 33 എണ്ണമാണ്. മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണമാണ് 33 കശേരുക്കൾ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനം ഏതാണ്? ഓപ്ഷൻ ബി തേജസ് ആണ്. ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ച ലഘുഭാര പോർ വിമാനമാണ് തേജസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? ഓപ്ഷൻ ഡി കൂർക്കയാണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിളയാണ് കൂർക്ക. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ഡിഹാങ് എന്നതാണ്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഡിഹാങ് എന്ന പേരിലാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണ നദിയിൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? ഓപ്ഷൻ ഡി 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത്. 1959 സെപ്റ്റംബർ 15. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭഗത് സിംഗിൻ്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു 2 പേർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ സുഖദേവും രാജ്ഗുരുവുമായിരുന്നു. ഭഗത് സിംഗിൻ്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു 2 പേർ സുഖദേവും രാജ്ഗുരുവും. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും ഇങ്ങനെ പ്രസ്താവിച്ചത് ജവഹർലാൽ നെഹ്റു. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി കാനിങ് പ്രഭു ആയിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗോവിന്ദറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ സത്യശോധക് സമാജാണ്. ഗോവിന്ദറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി എം.എൻ. റോയി ആണ്. ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത് എം.എൻ. റോയി. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രധാനമായും ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. പ്രധാനമായിട്ടും കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. കാൽസ്യം കാർബണേറ്റും ഉണ്ട്, എന്നാലും പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്ന രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി 1.18% ഇന്ത്യയുടെ 1.18% കേരളം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1972 സിംല കരാറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി സുൾഫിക്കർ അലി ഭൂട്ടോ ആയിരുന്നു. 1972 സിംല കരാറിൽ, അതായത് 1971 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധാനന്തരം ഉണ്ടായ കരാറാണ് 1972 സിംല കരാറ്. അപ്പോൾ 1972 സിംല കരാറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്നു സുൾഫിക്കർ അലി ഭൂട്ടോ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ശ്രീറാം കമ്മിറ്റിയാണ്. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അന്താരാഷ്ട്ര അവാർഡ് നേടിയ ഷോർട്ട് ഫിലിം സ്പിരിറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ ബി അരുൺ ജോസഫ് ആണ്. അന്താരാഷ്ട്ര അവാർഡ് നേടിയ ഷോർട്ട് ഫിലിം സ്പിരിറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ അരുൺ ജോസഫ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
2019 സാമ്പത്തിക നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി അഭിജിത്ത് ബാനർജിയാണ് 2019 സാമ്പത്തിക നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അഭിജിത്ത് ബാനർജി. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2019 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ഓപ്ഷൻ ഡി വി ജെ ജെയിംസ് ആണ് 2019 വയലാർ അവാർഡ് ജേതാവ് വി ജെ ജെയിംസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീശ്വരൻ എന്ന നോവലിനാണ് 2019 വയലാർ അവാർഡ് ലഭിച്ചത്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത്? ഓപ്ഷൻ ബി കേസിനാണ്. പശുവിൻ പാലിൽ അടങ്ങിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മാംസ്യമാണ് കേസിൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനത് നൃത്തരൂപമാണ്? ഓപ്ഷൻ എ തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപമാണ്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപവും ഏത് തന്നെയാണ്? ഭരതനാട്യം തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപവും ഭരതനാട്യം തന്നെ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തൃശ്ശൂർ ജില്ലയിലാണ് പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ്. ചാലക്കുടി പുഴയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ സി ആർ ശങ്കറാണ് കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി. ആദ്യ വ്യക്തിയല്ല. കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആർ ശങ്കർ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? ഓപ്ഷൻ ബി ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ദൂരദർശിനിയുടെ പേരാണ് ആസ്ട്രോസാറ്റ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തൽ ചെയ്ത പദവി ഏതാണ്? ഓപ്ഷൻ സി ഗവർണർ ജനറൽ പദവിയാണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തൽ ചെയ്ത പദവിയാണ് ഗവർണർ ജനറൽ. അപ്പോൾ 1950 ജനുവരി 26 പുതിയൊരു പദവി വന്നു. അതാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന പദവി. അപ്പോൾ അതിന് തുല്യമായുള്ള പദവിയായിരുന്നു ഗവർണർ ജനറൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് ആ ദിവസം നിർത്തലാക്കിയത്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏത്? ഓപ്ഷൻ എ 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1915. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്ന ജനുവരി 9 ഏത് നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവാസി ഭാരതീയ ദിനം മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ വർഷമാണ് 1915. അപ്പോൾ 1915 ജനുവരി 9 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത്. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് പ്രവാസി ഭാരതീയ ദിനമായിട്ട് ജനുവരി 9 നമ്മൾ ആചരിക്കുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏതാണ്? ഓപ്ഷൻ സി തമിഴാണ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. അപ്പോൾ ആകെ 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിരിക്കുന്നത്. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുഗു, മലയാളം, ഒഡിയ. ആ ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ലഭിച്ചത് തമിഴിനും അവസാനമായിട്ട് 6ാമതായിട്ട് ലഭിച്ചത് ഒഡിയയ്ക്കുമാണ്. ഇനി മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 5ാമതായിട്ടാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്താണ്. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കർണാടകയിലാണ് കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്.
കർണാടക സംസ്ഥാനത്താണ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ ബി, ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ്. ദേശീയ കായിക ദിനമായിട്ട് നാം ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ നമുക്കറിയാം ഹോക്കി മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. അതുപോലെ ഇന്ത്യൻ ഹോക്കിയിലെ വന്യ വയോധികൻ എന്ന് അറിയപ്പെടുന്നതും ധ്യാൻ ചന്ദാണ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ലിപിയിലാണ് ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി, ദേവനാഗരി ലിപിയിലാണ് ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദേവനാഗരി ലിപിയിലാണ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് DS കോത്താരിയാണ്. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ഓപ്ഷൻ എ, ശാസ്താംകോട്ട കായലാണ്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട കായൽ. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഈ ശാസ്താംകോട്ട കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി, കൊച്ചിയിലാണ്. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. അതുപോലെ നാളികേര ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാലരാമപുരം, തിരുവനന്തപുരം ജില്ലയിലാണ് നാളികേര ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബാലരാമപുരത്ത്. 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തെ രാജ്യത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം ഏത്? ഓപ്ഷൻ സി, 2002 കേരളത്തെ രാജ്യത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷമാണ് 2002. 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ, മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓക്കെ ഫ്രണ്ട്സ്.